ഹലോ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു അർജൻറ്റ് ഇൻഫർമേഷനാണ് ചെയ്യാൻ പോകുന്നത്. ഇതെല്ലാവരും കേട്ടിരിക്കണം. നമ്മുടെ ഈ ഒരു ചാനലിലുള്ള എല്ലാ കൂട്ടുകാർക്കും, ഒരു 80% ആൾക്കാർക്കും എന്താണ് വ്യാജ ലോൺ ആപ്പ്, അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള ഫുൾ ധാരണ എല്ലാവിധമായ ഐഡിയമുള്ള ഈ ചാനലുള്ള ആൾക്കാർക്കും, അതേപോലെ തന്നെ മറ്റിതേപോലുള്ള ചാനൽസ്, ലോണിൻ്റെയോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ചാനൽസ് കാണുന്നവർക്കും തീർച്ചയായിട്ടും കാണും, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ്, ഇന്ത്യ ഗവൺമെൻറ് ഏകദേശം ഒരു 6 മാസത്തിനുള്ളിലാണ് തോന്നുന്നു ഏകദേശം 300ഓളം ഈ വ്യാജ ലോൺ ആപ്പുകൾ ബാൻ ചെയ്തു. അപ്പോൾ അത് നല്ലൊരു കാര്യമായിരുന്നു. കാരണം ഇതിനു മുമ്പ് ഒരുപാട് പേര് ഈ ലോൺ ആപ്പിൻ്റെ ട്രാപ്പിൽ വീണു. അവരുടെ ഹരാസ്മെൻറ്റ് എന്ന് വെച്ചാൽ ബ്രൂട്ടൽ ഹരാസ്മെൻറ്റിൽ അകപ്പെട്ടു പോയി. അപ്പോൾ അവർക്കെല്ലാം എന്ത് ചെയ്യണം എന്നൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു. കാരണം ഞാനായാൽ പോലും അല്ലെങ്കിൽ നിങ്ങളായാൽ പോലും നമ്മുടെ മൊബൈലിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ മൊബൈലിലേക്ക് ഇങ്ങനെ ന്യൂഡ് പിക്ചേഴ്സ് അയക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിനുള്ള ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അവർക്ക് ഫേസ് ചെയ്യാനും നമ്മളെ ഫേസ് ചെയ്യാനും ഒക്കെ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടാകും, ഇല്ലെന്ന് പറയുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ, അതായത് ഈ ഹരാസ്മെൻറ്റ് കാര്യങ്ങളിൽ ഒരു 40-50% വരെ നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണം. ഓക്കെ, ഞാനിപ്പോൾ പറയാൻ വന്നത്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 1-2 മാസമായിട്ട് വ്യാജ ലോൺ ആപ്പുകൾ വീണ്ടും തലപൊക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ജോലി ഇതാണല്ലോ, ഞാനെപ്പോഴും ഈ ലോണിനെ കുറിച്ചും മറ്റും കാര്യങ്ങളിലും അപ്ഡേഷൻസും അതും ഇത് നോക്കുന്ന സമയത്ത് ഒരുപാട് ആപ്ലിക്കേഷൻസ്, പഴയ ലോൺ ആപ്ലിക്കേഷൻസ് തന്നെ പേര് മാറ്റി പുതിയ രീതിയിലാക്കി, പുതിയ മെത്തേഡിലേക്കാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ആരും പോകരുത്, പൈസ കിട്ടും. കാരണം നമ്മൾ വളരെ ബുദ്ധിമുട്ടിലാകുന്ന സമയത്ത്, എന്തെങ്കിലും അർജൻസി ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ എമർജൻസി അല്ലെങ്കിൽ വേറെ ഫീസ് കാര്യങ്ങൾ, അങ്ങനെ ആരും നമുക്ക് ചോദിച്ചിട്ട് പോലും ഒരു പൈസ തരുന്നില്ല. 1500-2000 രൂപയുടെ കേസേ ഉള്ളൂ, ആരും തരുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിലെല്ലാം ഈ ഒരു ലോൺ ആപ്പിനെ കുറിച്ചുള്ള ഐഡിയാസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയയിലോ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കണ്ണിൽ ഇങ്ങനെയുള്ള ആപ്പുകൾ പെടും. RBI അപ്രൂവ്ഡ് ആപ്ലിക്കേഷൻസ് തോക്കുന്ന രീതിയിലായിരിക്കും ഇവരുടെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ ആ ഒരു ബിൽഡപ്പ്. ഓക്കെ, നമ്മൾ തീർച്ചയായിട്ടും നിസ്സാരമായ ആധാർ കാർഡും പാൻ കാർഡും മാത്രം കൊടുത്താൽ മതി, അവർ ലോൺ നമ്മുടെ അക്കൗണ്ടിൽ ഒരു ശരവേഗത്തിലാണ് അയക്കുന്നത്. ഓക്കെ, അപ്പോൾ അവരുടെ ആ ഒരു സിബിൽ എന്ന് പറയുന്നത് നമ്മുടെ കോൺടാക്ട്സ് ആണ്. നമ്മുടെ സാധാരണ NBFC മറ്റ് ബാങ്കുകൾ നോക്കുന്ന നമ്മുടെ സിബിൽ സ്കോറാണ്. സിബിൽ സ്കോർ അവരുടെ ആ ഒരു പറയുന്ന സിബിൽ സ്കോർ ഇല്ലെങ്കിൽ ലോൺ തരില്ല. പക്ഷേ ഇവർ നോക്കുന്നത് നമ്മുടെ മൊബൈലിൽ എത്ര കോൺടാക്ട്സ് ഉണ്ട്. കാരണം അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കോൺടാക്ട്സ്, മെസ്സേജ്, ഗാലറി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആക്സസ് ചെയ്യാൻ പറ്റും. ആക്സസ് ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു കോൺടാക്ട്സ് നോക്കും, എന്നിട്ട് കോൾ ഹിസ്റ്ററി നോക്കും. ഇതൊരു 2-3 വർഷമായിട്ട് മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, വാട്സപ്പ്, അതുപോലെ തന്നെ വാട്സപ്പ് എത്ര വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം അവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നോക്കി ഈ ഉപയോഗിക്കുന്ന ആളൊരു 1-2 വർഷമെങ്കിലും യൂസ് ചെയ്ത ആളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ലോൺ കൊടുക്കും. ഒരു കാരണവശാലും ലോൺ നിങ്ങൾ പോയി എടുക്കരുത്. പിന്നെ എന്ത് ചെയ്താലും കുഴപ്പമില്ലാത്തവർക്ക് പ്രശ്നമില്ല. ഓക്കെ, ഞാൻ എടുക്കുന്നുണ്ട്, കാരണം എനിക്കിതിനെക്കുറിച്ച് അറിയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ആരെങ്കിലും ഇപ്പോൾ ഇങ്ങനെ എൻ്റെ ഫോട്ടോ വന്നു, ആരുടെയെങ്കിലും മൊബൈലിൽ വന്നു, അപ്പോൾ ഞാൻ കാര്യങ്ങൾ പറയും. പറ്റില്ലെങ്കിൽ ഒരു വീഡിയോ തന്നെ അവർക്ക് ഇട്ട് കൊടുക്കും. അങ്ങനെ ഞാൻ ഇപ്പോൾ ഒരു പേടിയില്ല. അപ്പോൾ ഇൻ കേസ് ഇതുവരെ അങ്ങനെ വന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല. ഇത് നിങ്ങളെ ആരും കൊല്ലാനോ ഇടിക്കാനോ ഒന്നും പോകുന്നില്ല. അവരുടെ മെയിൻ ഹോബി എന്ന് വെച്ചാൽ അവർ ലോൺ റീപേയ്മെൻറ്റ് എങ്ങനെയാണോ നമ്മളിൽ നിന്ന് വാങ്ങിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫോട്ടോസ്, നമ്മുടെ അശ്ലീല ഫോട്ടോസും മറ്റ് നമ്മുടെ സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ മൊബൈലിൽ ഇട്ട് കൊടുത്തിട്ടാണ് അവർ ഭീഷണിപ്പെടുത്തുന്നത്. അപ്പോൾ മുമ്പ് നമുക്കിങ്ങനെ ഒരു സപ്പോർട്ടീവ് വാട്സപ്പ് ഗ്രൂപ്പ് പോലും ഉണ്ടായിരുന്നു. നമ്മുടെ മുമ്പുള്ള സബ്സ്ക്രൈബേഴ്സിന് അറിയാൻ പറ്റും. അപ്പോൾ അത് കുറച്ചു ഇഷ്യൂസൊക്കെ വന്നുകൊണ്ടാണ് ആ ഒരു ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. നമുക്ക് ഇനിയും അത് സ്റ്റാർട്ട് ചെയ്യാം. ഇനി വരുന്ന ദിവസങ്ങളിൽ ഞാൻ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു കൺഫർമേഷൻ തരാം. പിന്നെ അടുത്ത കാര്യം, നിങ്ങൾ ഈ ഒരു ആപ്പിൻ്റെ റിവ്യൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ കണ്ട് നിങ്ങൾ ലോൺ എടുക്കരുത്. ചില ആൾക്കാർ ഏതായാലും നിങ്ങൾ ഓൺലൈൻ പർച്ചേസ് ചെയ്ത സമയത്ത് ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ അങ്ങനെയുള്ള സൈറ്റുകളിലൊക്കെ നമ്മൾ റിവ്യൂ കണ്ടെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ആ ഒരു കമ്പനിയെ ഒന്നും കുറ്റം പറയുന്നതൊന്നുമല്ല. നമുക്കത് ഫേക്ക് റിവ്യൂ ഒക്കെ ഇടാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഇപ്പോഴും അവൈലബിൾ ആണ്. ഈ നിങ്ങൾ കാണുന്നത് ഒരു ഫേക്ക് ലോൺ ആപ്പാണ്. അവരുടെ പോസിറ്റീവ് റിവ്യൂ ഇടാമെങ്കിൽ, അതായത് ഇവിടെ പോസിറ്റീവ് റിവ്യൂ ഏറ്റവും മുകളിൽ കാണാം. അപ്പോൾ ഈ
അതാ ഈ ആപ്പിൽ നോക്കി ഏറ്റവും മുകളിൽ 200 രൂപയെന്ന് എഴുതിയിട്ടുണ്ട്. അതായത് നിങ്ങളെ ചതിച്ചുകൊണ്ട് ഈ ഒരു ആപ്പ് നല്ലതാണ്, സൂപ്പറാണ്, കുഴപ്പമില്ല എന്ന് ഞാൻ റിവ്യൂ ചെയ്യുകയാണെങ്കിൽ എനിക്കൊരു 200 രൂപ തരുമെന്നാണ് പറയുന്നത്. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ആ ഒരു ഓർമ്മയിൽ ഞാൻ അപ്പോൾ ഈ ഒരു ലോൺ ആപ്പിൻ്റെ പേര് മൈ വാലറ്റ് എന്നാണ്. ആരും ചെന്ന് എടുക്കരുത്. നിങ്ങളുടെ ഒരു എന്താ പറയുന്ന ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കുകയാണെങ്കിൽ എനിക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. ഇതൊരു അവയർനെസ് പർപ്പസിന് വേണ്ടി മാത്രം ഞാൻ ചെയ്തതാണ്. കാരണം ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഇതിൽ വീണ്ടും ചെന്ന് വീഴുന്നു. അപ്പോൾ ആരും ഇതിൻ്റെ അടുത്തിട്ട് പോകരുത്. അതേപോലെ വേറൊരു ആപ്ലിക്കേഷനാണ് ക്യാഷ് ലോഗ്. അപ്പോൾ ഞാനിതിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഏകദേശം 2500 അപ്ലൈ ചെയ്തായിരുന്നു. എനിക്ക് കിട്ടിയ തുക വന്നിട്ട് ഏകദേശം 1400 സംതിങ് ആണ് എനിക്ക് കിട്ടിയത്. കാരണം ഇനി 2500ഓളം ഏകദേശം 1000 രൂപയോളം പലിശ 7 ദിവസത്തേക്ക് ഞാൻ തിരിച്ചടയ്ക്കണം. ഞാനൊരിക്കലും ഇത് തിരിച്ചടയ്ക്കാൻ പോകുന്നില്ല. ആ മുകളിലത്തെ ലോഗോ നിങ്ങൾ പ്രത്യേകം നോക്കിയോളണം. ക്യാഷ് ലോഗ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഇവിടുത്തെ ഹിസ്റ്ററി നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ലോൺ എമൗണ്ട് 2500 അവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി അതിൻ്റെ താഴെ നോക്കൂ, സർവീസ് ഫീ 445. അത് കുഴപ്പമില്ലെന്ന് പറയാം. മാനേജ്മെൻറ്റ് ഫീ ഉഡായിപ്പാണ്, 405 രൂപ വെറുതെ എടുക്കുന്നതാണ്. ട്രാൻസ്ഫർ ഫീക്ക് പോലും 10 രൂപ കട്ടിയിട്ടുണ്ട്. GST ഫീ, ഇങ്ങനെ ഒരു സംഭവം അവർക്കില്ല. GSTയോ അങ്ങനെ ഒരു സംഭവമില്ല, ലൈസൻസും ഇല്ല. എന്താ പറയുന്ന നമ്മൾ സാധാരണ പറയുന്ന പോലെ ഒരു ചുക്കുമില്ലെന്ന് പറയുന്നില്ല. അതുപോലെ തന്നെയാണ് അവന്മാർ ആൾക്കാരെ കയ്യിൽ നിന്ന് പറ്റിച്ച് പൈസ മേടിക്കുന്ന ടീമാണ്. എമൗണ്ട് നിങ്ങൾക്ക് കിട്ടിയത് 1487 രൂപയാണ്. ഞാൻ 2500 രൂപ തിരിച്ചടയ്ക്കണം. ഇത് അടുത്ത് നോക്കൂ, ഫ്ലാഷ് വാലറ്റ്. ഇതൊക്കെ പണ്ടുമുള്ള ആപ്പാണ്. ഇപ്പോൾ കുറച്ച് അപ്ഡേഷൻസ് ഒക്കെ വരുത്തി അവർ എടുത്തതാണ്. ഉഡായിപ്പ് ആപ്പാണ്. ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ്, ദയവീത് നിങ്ങൾ ആരും ഈ ഒരു ആപ്പിൽ, അതായത് ഇതിലെടുത്ത് പരിചയമില്ലാത്ത ആരും ഇതിൽ നിന്ന് പോകരുത്. കാരണം ഇതിൽ എടുക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പണ്ട് നമ്മുടെ ആ ഒരു ടീമിലുണ്ടായിരുന്ന ആൾക്കാർ 2 ലക്ഷം രൂപ വരെ ഈ ഒരു വ്യാജ ആപ്പിൽ നിന്ന് എടുത്ത് അടയ്ക്കാതിരുന്നിട്ടുണ്ട്. അവർക്കൊക്കെ ഭീഷണിയോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല, പേടിയില്ല. അവരെന്തും ഫേസ് ചെയ്യാൻ എന്താ പറയുന്ന നിൽക്കുന്ന ആൾക്കാരാണ്. അതുപോലെ പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഒരു കാരണവശാലും എടുക്കരുത്. കാണിക്കുന്നത് നിങ്ങളുടെ രൂപമല്ലെങ്കിലും നമ്മൾ മറ്റൊരാളുടെ മൊബൈൽ പോകുമ്പോൾ തീർച്ചയായിട്ടും അവർ ആ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് ചിന്തിക്കും, അല്ലെങ്കിൽ അവർ ആ ഒരു ചൂഷണം തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇവിടെ ഫ്ലാഷ് ബാറ്റിൽ എനിക്ക് റീപേയ്മെൻറ്റ് ചെയ്യാതെ 1500 രൂപയാണ്. ഫ്ലാഷ് വാലറ്റിൽ നിന്ന് എനിക്ക് കിട്ടിയ എമൗണ്ട് 1500 രൂപയാണ്. 7 ദിവസം കൊണ്ട് തിരിച്ചടയ്ക്കണം. 499 രൂപ കട്ട് ചെയ്തു. 1001 രൂപയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇതും ഞാൻ അടയ്ക്കാൻ പോകുന്നില്ല. അപ്പോൾ എന്താ പറയുന്നത്, അടയ്ക്കാൻ പോകുന്നില്ല എന്ന് വെച്ചാൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് നല്ലൊരു ഐഡിയ ഉണ്ട്. ഇത് അടച്ചില്ലെങ്കിൽ അവർ ഇത്രയേ ചെയ്യൂ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എന്താ പറയുന്ന ഇഷ്യൂസ്, റീപേയ്മെൻറ്റ് ഇഷ്യൂസൊക്കെ വരുന്ന സമയത്ത് അവർ മൊബൈലിലൊക്കെ ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ സുഹൃത്തുക്കളുടെയോ ഫ്രണ്ട്സിൻ്റെയോ നിങ്ങളിലുള്ള കുറച്ച് പേരുടെ നമ്പറും എൻ്റെ മൊബൈലിലുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കും അവർ ആ വാട്സപ്പ് മെസ്സേജോ അല്ലെങ്കിൽ ഫോട്ടോസോ ഇമേജോ പിക്ചേഴ്സോ ഒക്കെ അയക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഒരു സപ്പോർട്ടീവ് വീഡിയോ ചെയ്യും. ഇവരിങ്ങനെയാണ്, നമ്മുടെ ഫോട്ടോസ് അല്ല, ഇതാണെന്ന് പറഞ്ഞ് ഒരു വീഡിയോസ് ചെയ്യും, അവർക്ക് ഇട്ട് കൊടുക്കും. ഇത്രയേ ഉള്ളൂ. പിന്നെ ആൾക്കാരുടെ ആ ഒരു സ്വഭാവം നമുക്ക് എന്ത് ചെയ്താലും നമുക്കത് മാറ്റാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും ചെറിയൊരു പഴുത് കിട്ടിയാൽ അതിൽ പിടിച്ച് കയറിപ്പോകും. അങ്ങനത്തെ ആൾക്കാരാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ ലോൺ ഹരാസ്മെൻറ്റിൽ നിങ്ങളിപ്പോഴും വീണിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കുക. ഞാൻ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിരിക്കാം. ഡീറ്റെയിൽസ് ആദ്യം വാട്സപ്പ് ഇടുക. ദയവീത് വിളിക്കാൻ നിൽക്കരുത്. എടുക്കാൻ പറ്റില്ല, എനിക്ക് ഓഫീസ് ടൈമിൽ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോഴും ഹരാസ്മെൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പേഴ്സണലി എനിക്ക് വാട്സപ്പ് ചെയ്യുക. നമുക്കതിന് എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാം. ഓക്കെ. അപ്പോൾ ഇനി വരുന്ന നാളുകളിൽ നമുക്ക് സിബിൽ കുറേ ആപ്പുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കുറഞ്ഞ സിബിലിൽ ലോൺ തരുന്ന ആപ്ലിക്കേഷൻസ്, അതായത് ഒബ്ലിഗേഷൻസ് കൂടുതലുള്ളവർക്ക് ലോൺ തരുന്ന ആപ്ലിക്കേഷൻസ്, അതായത് ഒരുപാട് ലോൺ ഉള്ളവർക്ക് ലോൺ കിട്ടുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഏത് ആപ്പ് കൊടുക്കും, അങ്ങനെയുള്ള ഒരുപാട് ആപ്പുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.